Hi guys, welcome to my channel Chato Chat. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നവരാത്രി വീക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. ആക്ച്വലി ഇത് നോർത്ത് ഇന്ത്യയിൽ നവരാത്രി ദിവസങ്ങളിൽ അവർ വ്രതം നോക്കുമ്പം ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതിൽ ഹൽവ ചന പൂരി ആണ് അവർ ഉണ്ടാക്കുന്നത്. അതിലെ ഹൽവയാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഈ ഹൽവ നമ്മളെ നാട്ടിലുള്ള പോലത്തെ ഇങ്ങനെ കുഴഞ്ഞ് സ്മൂത്തായിട്ടിരിക്കുന്ന അതുപോലത്തെ ഹൽവയല്ല, കുറച്ച് ഡ്രൈ ആയിട്ട് റവയും കൊണ്ട് ഉണ്ടാക്കുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഹൽവയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് സോസ് പാനിൽ കുറച്ച് വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഞാനൊരു 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് മാറ്റി വെക്കുക. ഇനി വേറൊരു ഫ്രൈങ് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കണം. ഈ റവ നന്നായിട്ട് ഈ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് റോസ്റ്റ് ചെയ്ത് ഈ നെയ്യുടെയും റവയുടെയും നല്ലൊരു മണം വരും, അതുവരെ റോസ്റ്റ് ചെയ്യാം. ആ ഒരു മണം വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക ഒരു 1/2 ടീസ്പൂൺ മതിയാവും. അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, പഞ്ചസാരയിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ആ ചൂടുവെള്ളത്തിൽ ആ റവ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചോപ്പ് ചെയ്ത് കാഷ്യൂനട്ടും ബദാമും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഒരു കുറച്ച് നേരം അവിടെ അടച്ച് മാറ്റി വെക്കണം. അപ്പോൾ നമ്മളുടെ ഹൽവ ഇവിടെ റെഡിയാണ്. നമ്മളെ നാട്ടിലുള്ളതുപോലത്തെ ആ സ്മൂത്തായിട്ടുള്ള ഇച്ചിരി കട്ടിയായിട്ടുള്ള അതുപോലത്തെ ഹൽവയല്ല, ഇത് ഇച്ചിരി ഡ്രൈ ആയിട്ട് എന്നാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്, വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഹൽവ പൂരി ചന, ഡ്രൈഡ് ചന മസാലയും പിന്നെ പൂരിയുടെ കൂടെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മറക്കല്ലേ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. Bye.